വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് മുമ്പുള്ള വീഡിയോ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇതുപോലെ ഇന്നും ആവശ്യമാണ്. അപ്പം ഞങ്ങളിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് വളരെ എളുപ്പത്തിൽ ബാച്ചുലർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഫ്രം ബാച്ചുലേഴ്സ്. ഇത് കുക്കറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പം ഞങ്ങൾ വീഡിയോയിലേക്ക് പോവാം. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് 2 സ്പൂൺ എണ്ണ, ക്രഷ് ചെയ്ത് വെച്ച് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. 2 ഉള്ളി, നല്ലോണം മിക്സ് ചെയ്യണം. അതൊരു സോഫ്റ്റ് ആവുന്നവരെ മിക്സ് ചെയ്യണം. ഇപ്പം ഇത് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മസാലയുടെ പച്ചമണ പോകുന്നവരെ മിക്സ് ചെയ്യുക. തീ സ്ലോ ആക്കി ഇടുക. കുറച്ച് ഗരം മസാല ഇടുക. 2 തക്കാളി. ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ മിക്സ് ചെയ്യുക. ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് മീഡിയം ആക്കി വെക്കുക. പകുതി പൊട്ടാറ്റോ, ഒരു പകുതി ക്യാപ്സിക്കം ഇട്ട് മിക്സ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുക്കറിൽ അല്ലെങ്കിൽ നോർമൽ പാത്രത്തിലും വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ചിക്കൻ ഇട്ടിട്ട് മസാലയും ചിക്കനും കൂടി നല്ലോണം മിക്സ് ചെയ്യണം. ഒന്നര കപ്പ് വെള്ളം. ഇതിപ്പോൾ ചൂടുവെള്ളം എടുത്താൽ നല്ലതാണ്, പച്ചവെള്ളം എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളം എടുത്താൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മല്ലിയില ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ അടിച്ചിട്ട് ഒരു 4 വിസിലാവുന്നവരെ വേവിക്കണം. പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് വേണം. നാല് വിസിലായ ശേഷം അതിൻ്റെ എയർ കളഞ്ഞിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യണം. അതിനുശേഷം അതിനൊക്കെ ഒരു 3 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ച ശേഷം ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കണം. ഇപ്പം ഞാൻ ഇടുന്നത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി പറഞ്ഞാൽ ഉലുവൻ്റെ ഇലയാണ്. പച്ച ഉലുവൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, ഇത് ഉണങ്ങിയ ഇലയാണ്. അതില്ലെങ്കിൽ പുതിന ഇട്ടാലും മതി. ഇപ്പം ഞാൻ അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടിച്ചൊരു 10 മിനിറ്റും കൂടി വെച്ചാൽ മതി. അതിനുശേഷം ഞങ്ങൾക്ക് സെർവ് ചെയ്യാം.